ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 6. നൈതം വിത്മകദരന്നോ ഗരീയോ യദ്വാ ജയമയദിവാനോ ജയേയോ യാനേവ ഹത്വാ ന ജിജീവിഷാമ സത്യോവസ്ഥിത പ്രമുഖേ ധാർത്തരാഷ്ട്ര. ശ്രീ ഹരേ നമ. നഹ നമ്മെ, ഏതശ്ച അതുതന്നെ, ന വിത്മഹ നാം അറിയുന്നില്ല, കദര ഏതാണ്, ഗരീയഹ കൂടുതൽ നല്ലത്, യദ്വാ ഒരു പക്ഷേ, ജയേമ നാം ജയിച്ചേക്കാം, യദിവാ അല്ലെങ്കിൽ, ജയയുഹു അവർ ജയിച്ചേക്കാം, യാൻ ഏവ നാം ജീവിക്കാൻ ഇച്ഛിക്കുന്നില്ലയോ, തേ ധാർത്തരാഷ്ട്രാഹ ആ ധാർത്തരാഷ്ട്രന്മാർ, പ്രമുഖേ നേരെ മുൻപിൽ, അവസ്ഥിതാഹ സ്ഥിതി ചെയ്യുന്നു. ധൃതരാഷ്ട്രപുത്രന്മാരെ നശിപ്പിച്ച് നമ്മൾ ജീവിച്ചിട്ട് എന്തു കാര്യം? അവരെ ജയിക്കുന്നതാണോ അതല്ല അവരാൽ തോൽപ്പിക്കപ്പെടുന്നതാണോ ഏതാണ് നല്ലതെന്ന് ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ കൃഷ്ണ. എന്നാൽ തന്നെയും കുരുക്ഷേത്ര യുദ്ധത്തിനായി അവർ തയ്യാറായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതൊന്നും തന്നെ മനസ്സിലാകുന്നില്ലല്ലോ ഭഗവാനെ. സഹോദരന്മാരായിരുന്നിട്ട് പോലും കുട്ടിക്കാലം മുതൽ തന്നെ പാണ്ഡവന്മാരെ വധിക്കാൻ സദാ തർക്കം പാർത്തിരുന്ന കൗരവർ ഒരു പക്ഷത്താണ്. പലവിധ ദുഃഖങ്ങളും വളരെയധികം യാതനകളും അപമാനങ്ങളും ചതികളും ഉണ്ടായിട്ടും സ്വജനങ്ങളാകയാൽ ധർമ്മയുദ്ധത്തിൽ പോലും കൗരവന്മാരെ കൊല്ലാൻ മടിക്കുന്ന അർജുനനും കൂട്ടരും മറുപക്ഷത്ത്. പാർത്ഥന്റെ ഹൃദയ ദൗർബല്യം ക്ഷുദ്രമാണെന്ന് ദൃഢമായി പ്രഖ്യാപിക്കുന്ന കൃഷ്ണൻ മധ്യഭാഗത്ത്. ഈ പരിതസ്ഥിതിയിൽ ശുദ്ധബുദ്ധിക്കാരനായ പാർത്ഥന്റെ നിശ്ചയത്തിന് ഇളക്കം സംഭവിച്ചു. തന്റെ അറിവില്ലായ്മയെ ദൂരീകരിക്കാനായി സർവാത്മന സത്യദർശിയായ ഗുരുവിനെ ശരണം പ്രാപിക്കുകയാണ് അർജുനൻ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം.